അങ്ങനെ കേരളത്തിലും ഉത്സവമാണ്. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ രാമമന്ത്രം ഉച്ചസ്ഥായിയിൽ മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി രാമക്ഷേത്രം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി 80കളിൽ കരുത്താർജിച്ച ആ ഒരു പ്രക്ഷോഭകാലത്ത് സമാനമായ രീതിയിൽ അയോധ്യയിലേക്ക് ഇഷ്ടികകൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള രാമരഥയാത്രകൾ ഭാരതത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നടന്നിരുന്നു. കേരളമെന്ന കൊച്ചു സംസ്ഥാനത്തിനും അയോധ്യയിലെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് കാർ സേവകർ കേരളത്തിൽ നിന്നും അന്ന് അയോധ്യയിലെത്തി 2 കാർ സേവയിലും പങ്കെടുത്തവരുണ്ട്. ഒപ്പം നമ്മൾ ഈ കണ്ടതിന് സമാനമായ നിരവധി റിപ്പോർട്ടുകൾ ഇതിനകം കണ്ടു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിൽ കേരളം എന്ന സംസ്ഥാനവും തീർച്ചയായും കേരളത്തിൽ നിന്ന് നിരവധി കാർ സേവകർ അയോധ്യയിലേക്ക് എത്തിയ കാർ സേവകർ അയോധ്യയുടെ പരിസരങ്ങളിലേക്ക് എത്തിയതും അതിനുവേണ്ടിയും ത്യാഗം സഹിച്ചിട്ടുള്ള ആളുകളും ഒപ്പം അതിന് പ്രേരണ നൽകിയിട്ടുള്ള നിരവധി ആളുകളും കേരളത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഒപ്പം കാർ സേവകരുടെ ഒരു ഭാഗം മറുഭാഗത്ത് ഈ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിന്റെ നിയമ വഴികളിൽ ഈ കേസിൽ ഹൈന്ദവ സംഘടനകൾക്ക് അല്ലെങ്കിൽ രാമഭക്തർക്ക് വിജയിക്കാൻ കഴിഞ്ഞതിൽ നിർണായകമായത് 2 മലയാളികളാണ്. ആ 2 മലയാളികളുടെയും ഇനിഷ്യലിൽ KK ഉണ്ട്. KK നായരും KK മുഹമ്മദും. KK നായർ കുട്ടനാട് സ്വദേശി. അദ്ദേഹം കഴിഞ്ഞ ദിവസവും നമ്മൾ വാർത്താപ്പുലരിയിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചു. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിരുന്നു 1949 കാലഘട്ടത്തിൽ രാമക്ഷേത്രത്തിനകത്ത് വിഗ്രഹം പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു കാലത്ത് ഫൈസാബാദിന്റെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നത് കുട്ടനാട് സ്വദേശിയായിട്ടുള്ള KK നായരാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ആർജവമുള്ള നിലപാട് മൂലം കൂടിയാണ് രാമവിഗ്രഹം പിന്നീട് തർക്കമന്ദിരത്തിനകത്ത് തുടർന്നത്. പിന്നീട് നമുക്കറിയാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 3 നിർണായകമായ പര്യവേക്ഷണങ്ങൾ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നടന്നിരുന്നു. 1975-ൽ, പിന്നീട് 92-ൽ, ഏറ്റവും ഒടുവിൽ 2003-ൽ. ഈ 3ലും പങ്കെടുത്ത മലയാളിയായിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള KK മുഹമ്മദ്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ, അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകൾ, ഈ ഒരു ഗവേഷണത്തിൽ എന്തെല്ലാം കണ്ടെത്തി എന്നുള്ളത് പലപ്പോഴും പരസ്യമായി നമുക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹം അത് വളരെ കൃത്യമായി ലേഖനത്തിലൂടെ എടുത്തു പറയുകയും ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അതിന് മുകളിലാണ് അല്ലെങ്കിൽ ആ ക്ഷേത്ര നിർമ്മിതിക്ക് മുകളിലാണ് മസ്ജിദ് ഉണ്ടായിരുന്നത് എന്ന് വളരെ കൃത്യമായ ശാസ്ത്രീയപരമായി കണ്ടെത്തിയ വസ്തുതകൾ അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായി എന്ന പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്ക് എന്തുകൊണ്ടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്തിയത്, അതിന്റെ കാരണം എന്താണ് എന്നൊക്കെ കൃത്യമായി തന്നെ KK മുഹമ്മദ് തന്റെ പുസ്തകമായ ഞാൻ ഭാരതീയനിലും അതല്ലാതെ അദ്ദേഹം വേദികൾ തോറും പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, അയോധ്യ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രാധാന്യമുള്ള നഗരിയാണ്. കാശിയും മധുരയും അങ്ങനെ തന്നെയാണ്. അതിനാൽ ഈ നഗരങ്ങളുടെ പേരിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ മുസ്ലിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകണം എന്നാണ് KK മുഹമ്മദ് വ്യക്തമാക്കുന്നത്. കാരണം അത് തർക്കമന്ദിരങ്ങളാണ്, അത് മുസ്ലിം പള്ളികളല്ല. അതിനാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഹിന്ദുക്കൾക്ക് വിട്ടു നൽകുന്നത് കൊണ്ട് മറ്റൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ 7 നഗരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 പുണ്യനഗരികളിൽ 3 എണ്ണമാണ് അയോധ്യ, മധുര, കാശി എന്നുള്ളത്. ഇക്കാര്യം KK മുഹമ്മദ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും അത്തരത്തിൽ ആ ഗവേഷണ റിപ്പോർട്ടുകൾ പിന്നീട് അലഹബാദ് ഹൈക്കോടതിയിലും ഒപ്പം സുപ്രീം കോടതി വിധിയിലും ഏറെ നിർണായകമാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ നിരീക്ഷണം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി ഈ വിഷയത്തിലൊരു ശാസ്ത്രീയപരമായ തെളിവ് എന്നുള്ളത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പര്യവേഷണ റിപ്പോർട്ടായിരുന്നു. അത് വളരെ കൃത്യമായി കോടതി അന്ന് അംഗീകരിക്കുകയും ചെയ്തു, പരിശോധിച്ചത്. കാരണം 134 വർഷം നീണ്ടു നിന്ന നിയമ പോരാട്ടമാണ് അയോധ്യ രാമജന്മഭൂമി നിയമ പോരാട്ടം. 1885-ൽ മഹന്ത് രഘുബർദാസ് എന്ന ഒരു അയോധ്യയിലെ ഒരു പൂജാരിയാണ് സത്യം പറഞ്ഞാൽ ഈ നിയമ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം അന്ന് ഫൈസാബാദിലെ കോടതിയിലെത്തുകയും രാമ ജന്മഭൂമിയിൽ ആ തർക്കമന്ദിരത്തിന് മുന്നിലുള്ള രാം ചബൂത്രയിൽ ഹിന്ദുക്കൾക്ക് രാമനെ പൂജിക്കുവാനുള്ള അവകാശം വേണം എന്ന് ആദ്യം കേസ് നൽകിയത്, അല്ലെങ്കിൽ 134 വർഷം ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നിയമ പോരാട്ടത്തിന് തുടക്കം കുറിച്ച ആളാണ് മഹന്ത് രഘുബർദാസ്. അതിനുശേഷം വർഷങ്ങൾ എടുക്കേണ്ടി വന്ന ആ ഒരു നിയമ വ്യവഹാരത്തിനൊരു പരിഹാരത്തിലേക്ക്, ഒരു ഉത്തരവിലേക്ക് എത്താൻ സമാനമായ നിയമ പോരാട്ടം കാശിയിലും മധുരയിലും കോടതികളിൽ തുടങ്ങിക്കഴിഞ്ഞു. കോടതി മുറിക്കുള്ളിലേക്ക് കാശിയിലും മധുരയിലും ഹിന്ദു സമൂഹത്തിന് അനുകൂലമായ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം കാശിയുടെ കാര്യത്തിൽ സമാനമായ സ്ഥിതിവിശേഷമുണ്ട്. ആ ഒരു തർക്കമന്ദിരത്തിനകത്ത് കടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലെ നമ്മൾ ആ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വീതിയിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ തർക്കമന്ദിരം കാണാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ കാശി വിശ്വനാഥന്റെ ഉപദേവതകൾ പലതും ഈ മസ്ജിദിനകത്ത് ഇപ്പോഴും ഇരിക്കുകയാണ്. അപ്പൊ കൃത്യമായി അതൊരു ക്ഷേത്രമാണെന്ന് തെളിയിക്കുന്നത്. അതിന്റെ നിയമ പോരാട്ടങ്ങൾ കൂടി കോടതിക്കുള്ളിൽ മുൻപോട്ട് പോവുകയാണ്. കാശിയും മധുരയും കൂടെ തിരികെ പിടിക്കുക എന്നുള്ളത് ഹൈന്ദവ വിഭാഗം പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടാണ്. കാരണം ഭാരതത്തിന്റെ നിരവധി ഹൈന്ദവ പുണ്യകേന്ദ്രങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും
ഭാരതം നിരവധി വൈദേശിക അക്രമങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക അധിനിവേശ ശക്തികളുടെ അതിക്രമങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾക്ക് മുകളിൽ ഇത്തരത്തിൽ മന്ദിരങ്ങളും തർക്ക മന്ദിരങ്ങളും മസ്ജിദുകളും വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ മുഴുവൻ ക്ലെയിം ഉന്നയിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ആ വ്യവഹാരങ്ങൾ ഒരിക്കലും എവിടെ എത്തത്തുമില്ല. അതുകൊണ്ട് ഹൈന്ദവ വിഭാഗം മുൻപോട്ട് വെക്കുന്നത് പ്രധാന പുണ്യഭൂമികളിലുള്ള ആ മുഴുവൻ ആരാധനയ്ക്കുമുള്ള അവകാശം വിട്ടു നൽകണം എന്നുള്ളതാണ്. അത് ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ അതിന്റെ വ്യവഹാരങ്ങൾ പുരോഗമിക്കുകയാണ്.